ഒരു കാഴ്ച കാണിച്ചു തരാം. ഇന്നിവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മഴയും വെയിലും എന്ന് പറയാം. അപ്പം ആദ്യമായിട്ടല്ല, ഒരു പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടായി. ഇപ്പം നല്ലൊരു മഴ പെയ്തിന്. കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പം നിങ്ങളെല്ലാം വീട്ടിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഒരു മഴ കണ്ട ആക്രാന്തത്തിൽ ഞാനും മിമോസിനും കൂടി മഴ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. മഴയിൽ ഇറങ്ങണം എന്നുണ്ടായിന്, പക്ഷെ പനി വരുമോന്നില്ല പേടി കാരണം ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഓക്കെ എന്തെങ്കിലും ഒരു ചെറിയൊന്ന് മതി പനിയും ജലദോഷം വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മഴയത്ത് അങ്ങനെയാണ് കേട്ടോ. ഈ പ്ലാവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പ്ലാവിന് ആ ചക്ക താങ്ങിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അത്രക്കും നിറച്ചും ചക്കയുണ്ട് കേട്ടോ. ഇതാരും പറിക്കലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ വീടിൻ്റെ അപ്പുറത്തെ വീടാണിത്. ചക്ക ആരും പറിക്കലില്ലാന്ന് തോന്നുന്നു. കാരണം നിറച്ചും ചക്കപ്പൂതലും ചക്കയും എല്ലാം ഉണ്ടായില്ല. ആ താഴത്തെല്ലാം മൂത്തില്ലാന്ന് തോന്നുന്നു. പക്ഷെ അച്ഛന് ആയിരുന്നു ഇന്നൊരു ചക്ക കിട്ടീനി. അപ്പോൾ അച്ഛനും അമ്മയും കൂടി അതെല്ലാം കൊത്തി വൃത്തിയാക്കുന്നുണ്ട്. എനിക്ക് ഈ പണി ഇഷ്ടമല്ല കേട്ടാ. ഇത് വൃത്തിയാക്കൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നമുക്ക് ഭയങ്കര മടിയാണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി വൃത്തിയാക്കുന്നുണ്ട്. ഒക്കെ കണ്ട ആക്രാന്തത്തിൽ ഞാൻ വേഗം ഒരു ഉള്ളിച്ചമ്മന്തി ആക്കിയിട്ടാ. ഒരു സവാള എടുത്ത് 3-4 കാന്താരി എടുത്ത് കുറച്ച് ഉപ്പിട്ട് വെളിച്ചെണ്ണ എടുത്ത് നല്ലോണം ഇത് ചതച്ചെടുത്തു കേട്ടോ. ഉള്ളി അതും ഈ ചക്കയിലും കൂട്ടി മുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൂടാണ്ട് നമ്മൾ നങ്കും ഉണ്ടായിന്. അപ്പം നങ്ക് മുളീശം വെച്ചിട്ടുണ്ടായിന്. മുളീശം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പറയുന്നതാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കറിക്കായി ഇങ്ങനെയാണ് പറയൽ. ഉള്ളിയൊന്നും ഇടൂല, വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്നതാണ് നമ്മളെ നങ്കി. ചിലവർ ഇനി വേണമെങ്കിൽ തേങ്ങയിലും ചിരണ്ടിയിടും. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ മത്തിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ചക്ക നിന്നുണ്ടായിന്. അപ്പം ഇന്നത്തെ ചക്ക വിശേഷം ഇത്രയല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.